സ്നേഹിതരെ, സല്യൂട്ട്. ആലപ്പുഴ ജില്ലയിൽ SP ആയി ഞാൻ ചാർജ് എടുത്ത ആദ്യത്തെ സംഭവം തന്നെ ഒരു വലിയ വിവരമാണ്, ഒരു പാഠമാണ് എന്നെ പഠിപ്പിച്ചത്. നമ്മൾ ഏറ്റവും കൂടുതൽ അന്വേഷിക്കുന്ന ഒരു ചോദ്യത്തിന്റെ ഉത്തരം ഏതെങ്കിലും രീതിയിലൂടെ നമുക്ക് താമസിയാതെ പ്രകൃതി തന്നെ കൊണ്ടുവന്ന് തരും എന്നതുപോലെയുള്ള ഒരു സംഭവം നടന്നു. ചേർത്തലയിൽ SP ആയിരുന്നു എന്ന കഥ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അത് ആലപ്പുഴ ജില്ലയുടെ തന്നെ ഒരു സബ് ഡിവിഷനാണ് ചേർത്തല. അപ്പൊ അവിടെ ഒരു 10 മാസം SP ആയിട്ട് ജോലി ചെയ്തതിന്റെ ഒരു വലിയ പരിചയം എനിക്ക് ഉണ്ടായിരുന്നു. അതുകൂടാതെ ആ സമയം തൊട്ട് എനിക്കൊരു സഹോദര തുല്യനായിട്ടുള്ള ഒരു വളരെ അടുത്ത ഒരു കുടുംബ സ്നേഹിതനും ഉണ്ടായിരുന്നു. അവിടെ വെച്ചാണ് ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. ആലപ്പുഴ ജില്ലയിലുള്ള ഒരു ജേർണലിസ്റ്റാണ് ആള്. സന്തോഷ് കുമാർ പുന്നപ്ര എന്നാണ് പേര്. ഈ അടുത്ത കാലത്ത് അദ്ദേഹം മരിച്ചുപോയി. ചേർത്തല SP ആയിരുന്ന സമയത്ത് എനിക്കെതിരെ ഒരുപാട് പത്രവാർത്തകൾ ഇങ്ങനെ കളവായിട്ട് വരുമായിരുന്നു. കേസുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ. പിന്നെ ഒരു ദിവസം ഞാൻ ചേർത്തല പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ഷൻ നടത്തിയപ്പോൾ അവിടെ ശുദ്ധികലശം നടത്തി, കാരണം അത്രയ്ക്ക് വലിയ അപാകതകൾ കണ്ടു എന്നൊക്കെ, അടിച്ചു തെളിച്ചു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയുള്ള വല്ലാത്ത കഥകളൊക്കെ വരുമായിരുന്നു. ആ സമയത്ത് കുറച്ചൊക്കെ വിഷമം തോന്നുമെങ്കിലും വലിയ സീരിയസ് ആയിട്ട് ഞാൻ എടുത്തിരുന്നില്ല അതൊന്നും. പക്ഷെ ഒരു വല്ലാത്ത ഒരു സംഭവം ഉണ്ടായത് ആ സമയം, ഇപ്പൊ ഇല്ല, പക്ഷെ ആ സമയം തനിനിറം എന്ന് പേരുള്ള ഒരു മഞ്ഞപ്പത്രം ഉണ്ടായിരുന്നു. അതിന്റെ മുഖ്യ ജോലി എന്ന് പറയുന്നത് ഇതുപോലെ ഗോസിപ്പുകൾ അച്ചടിച്ച് മറ്റുള്ളവരെ വിഷമിപ്പിക്കുക എന്നുള്ളതാണ്. ചില ആൾക്കാർക്ക് ഇങ്ങനെ ഈ ഗോസിപ്പ് വായിക്കാൻ വലിയ ഇഷ്ടമാണല്ലോ, അവിഹിതങ്ങളും പിന്നെ അതുപോലെയുള്ള അഴിമതി കഥകളും അങ്ങനെ ഗോസിപ്പുകൾ വായിക്കാൻ ഇഷ്ടമുള്ള ഒരു കൂട്ടം ജനം ഉള്ളത് കൊണ്ട് ആണ് ഇതുപോലുള്ള പത്രങ്ങൾ ഇങ്ങനെ പിഴച്ചു പോകുന്നത്. ഞാനൊന്നും അത് വായിച്ചിട്ടേ ഇല്ല. ഇങ്ങനെ ഒരു പത്രം ഉണ്ടെന്ന് അറിയാന്നുള്ളതല്ലാതെ അത് വായിക്കാനൊന്നും സമയം കിട്ടാറില്ല. എന്റെ കല്യാണം നിശ്ചയിച്ചു കഴിഞ്ഞ് നിശ്ചയിച്ചു കുട്ടിക്കാലം മുതൽ നിശ്ചയിച്ചതാണെങ്കിലും ഞങ്ങളുടെ കല്യാണം തീയതി ഫിക്സ് ചെയ്ത് എല്ലാവർക്കും കാർഡൊക്കെ കൊടുത്ത് ഇൻവിറ്റേഷനൊക്കെ നടത്തിയിരുത്ത് ചേർത്തല SP ആയിട്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഒരു ദിവസം ഒരു വാർത്ത വന്നു എന്ന് ഞാൻ അറിയുന്നത്. തനിനിറം പത്രത്തിന്റെ മുൻ പേജിൽ. അത് ഞാൻ കണ്ടില്ല. ഉണ്ണി, ഹസ്ബൻഡ് ആവാൻ പോകുന്ന ആള്, ഞങ്ങൾ എൻഗേജ്ഡ് ആയിരുന്നു. ഉണ്ണി കൊല്ലത്തുള്ള ഒരു ഹോസ്പിറ്റലിലായിരുന്നു ജോലി ചെയ്തിരുന്നത് ആ സമയം. അപ്പൊ അവിടുന്ന് വീക്കെൻഡ്സ് ആകുമ്പോൾ എന്നെ കാണാൻ വരും ചേർത്തലയിൽ. അതിൽ വന്നിട്ട് വൈകിട്ട് തിരിച്ചു പോകും. അങ്ങനെയുള്ള ഒരു വരുവായിരുന്നു ഇടയ്ക്കിടയ്ക്ക്, കല്യാണത്തിന് മുമ്പ് തന്നെ. അപ്പൊ ഒരു പ്രാവശ്യം ഉണ്ണി വന്നപ്പോ മെയിലിൽ തപാലിൽ വരുമ്പോ ഒരു പേപ്പർ ടാഗ് ഇട്ടിട്ട് അതിന്റെ മുകളിൽ അഡ്രസ് ഒക്കെ എഴുതില്ല. അതുപോലെ ഒരു പത്രം കയ്യിലുണ്ടായിരുന്നു. അതെടുത്ത് എന്റെ കയ്യിൽ തന്നിട്ട് ഇപ്പൊ ഞാൻ ചോദിച്ചു എന്തുവാന്ന് ചോദിച്ചപ്പോൾ തനിനിറം പത്രമാണ് വായിച്ചത്. ഈ ഉണ്ണി ഇതൊക്കെ വായിക്കുവോ എന്ന് ചോദിച്ചപ്പോൾ നല്ല വായിച്ച് നോക്ക്, ഫ്രണ്ട് പേജ് എടുത്ത് നോക്ക്. ഇതെനിക്ക് മാത്രമല്ല, എൻ്റെ വീട്ടിലുള്ള എൻ്റെ കുടുംബക്കാർക്കും ബന്ധുക്കൾക്കും എല്ലാവർക്കും ഇതിന്റെ ഓരോ കോപ്പി വെച്ച് ചെന്നിട്ടുണ്ട്, ഒന്ന് വായിച്ചു നോക്കുക എന്ന് പറഞ്ഞു. തുറന്നു വെച്ചു. വായിച്ചപ്പോൾ ഫ്രണ്ട് പേജിൽ തന്നെ വല്ലാത്ത ഒരു വാർത്ത. ചേർത്തല ASPയും കോട്ടയം അസിസ്റ്റന്റ് കളക്ടറും കുമരകം റിസോർട്ടിൽ രാസകേളി എന്ന് മറ്റോ എഴുതിയ വായിക്കുമ്പോഴേ നമുക്ക് വല്ലാതെ വരും. അപ്പൊ അതുപോലൊരു ടൈറ്റില്. അപ്പൊ വായിച്ചു നോക്കിയപ്പോ അതിനകത്ത് എന്തോ വലിയ കഥകൾ. കുമരകം ഏതോ റിസോർട്ടിൽ വെച്ചിട്ട് ഞങ്ങൾ കണ്ടെന്നോ, ഒരു രാത്രി സ്പെൻഡ് ചെയ്തെന്നോ, അവിടെ വെച്ച് ഇങ്ങനെ എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു, എന്തൊക്കെയോ പറഞ്ഞ് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. കഥ ചുമ്മാ കെട്ട് കഥയാണ്. ഞാൻ ASP അണ്ടർ ട്രെയിനിങ് ആയിരുന്നപ്പോ അവിടെ എന്നെക്കാളും വളരെ ചെറുത്, ഒരു 5-6 വയസ്സ് ഇളയുള്ള ഒരു പയ്യൻ അസിസ്റ്റന്റ് കളക്ടർ അണ്ടർ ട്രെയിനിങ് ആയിട്ട് അവിടെ വന്നായിരുന്നു കോട്ടയത്ത്. ഇപ്പം കാണുമ്പോൾ ഒരു വളരെ സ്വീറ്റ് ഒരു കൊച്ചു പയ്യനാണ്. അവനാണ് ഭയങ്കര ഹോം സിക്ക് ആയിരുന്നു. അവന്റെ വീട്ടിൽ മിസ് ചെയ്യുന്നു, അവന്റെ അമ്മയെ മിസ് ചെയ്യുന്നു, ചേട്ടനെ മിസ് ചെയ്യുന്നു, അനിയനെ മിസ് ചെയ്യുന്നു, അച്ഛനെ മിസ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മിസ്സിംഗ് ആണ്. അയാൾക്ക് ഭക്ഷണമൊന്നും പിടിക്കുന്നില്ല, ഒന്നുമില്ല. അപ്പം ഞാനന്ന് പോലീസ് ക്ലബ്ബിൽ ഇരുന്ന സമയത്ത് അയാൾ ഇടയ്ക്കിടയ്ക്ക് പോലീസ് ക്ലബ്ബിൽ വരും. ഞങ്ങൾ ഒരുമിച്ച് അവിടെ നിന്ന് കാപ്പി ഇട്ട് കുടിക്കും, കുറച്ച് സംസാരിക്കും, ഞാൻ സമാധാനിപ്പിക്കും, ഹിന്ദി പാട്ടുകളൊക്കെ വെക്കും. അത് കഴിഞ്ഞ് അയാൾ പോകും. അങ്ങനെ അയാൾ അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്തു. ഞാൻ ചേർത്തല ASP ആയിട്ട് എന്നെ പോസ്റ്റ് ചെയ്തല്ലോ. അപ്പം അത് അടുത്തടുത്തായത് കൊണ്ട് ചിലപ്പോൾ അയാൾ അതുവഴി പാസ് ചെയ്യുമ്പോൾ എന്നെ കാണാനായിട്ട് ചേർത്തല ക്വാർട്ടേഴ്സിൽ വരാറുണ്ട്. അല്ലെങ്കിൽ ഞാൻ കോട്ടയത്ത് ഏതെങ്കിലും കോടതി ഡ്യൂട്ടിക്കോ പണ്ട് ചെയ്ത കേസുകളുടെ ഇതിനെ മറ്റോ പോകുമ്പോൾ ഞാൻ പോയി അയാൾ ഗസ്റ്റ് ഹൗസിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അവിടെ പോയി അയാളെ കാണാറുണ്ട്. ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു. എൻ്റെ ഇളയ ഒരു കസിൻ ഉണ്ടായിരുന്നു. എൻ്റെ നല്ല ചായ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ അവന്റെ സ്ഥാനത്താണ് ഇവനെ കണ്ടിരുന്നത്. അപ്പൊ ഈ കഥ കണ്ടപ്പോ ഞാൻ പറഞ്ഞു, ഉണ്ണിയുടെ അടുത്ത് പറഞ്ഞു, ഉണ്ണി ഞാൻ പറഞ്ഞിട്ടില്ല ഈ പയ്യൻ അവനെ പറ്റിയിട്ടാണ് എഴുതിയിരിക്കുന്നത്, കഷ്ടം, എന്ത് കഷ്ടമാണ്, അവനെ എന്നെ മാത്രമല്ല അവനെയും കൂടെ ചേർത്താണല്ലോ എഴുതിയിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ അതിന്റെ എഴുതിയിരിക്കുന്ന ലേഖകന്റെ പേര് വളരെ ക്ലിയർ ആയിട്ട് പുഷ്കരൻ എന്ന ആളുടെ പേര് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഞാൻ സന്തോഷ് പുന്നപ്ര എന്റെ സുഹൃത്തായതുകൊണ്ട് സന്തോഷിനെ വിളിച്ചു. സന്തോഷം ഞാനൊന്നും വായിക്കാറില്ല മാഡം, പക്ഷെ ഞാൻ അന്വേഷിക്കാമെന്ന് പറഞ്ഞ് സന്തോഷം എന്ന് കുറെ അന്വേഷിച്ചു ആരും. അപ്പൊ ഞാൻ വിചാരിച്ചു എന്താണ് ഇതിന്റെ ബേസിസ്. എനിക്ക് മനസ്സിലായി എന്റെ കല്യാണം മുടക്കാൻ വേണ്ടി ആരോ ചെയ്തതാണ്. കാരണം കല്യാണം ഫിക്സ് ചെയ്തു എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം, കത്തുകൾ എല്ലാവർക്കും പോയി. അപ്പൊ അതുകൊണ്ട് അതൊക്കെ വെച്ചിട്ടായിരിക്കും ഹസ്ബൻഡിന്റെ അഡ്രസ്സിലോട്ട് അയച്ചു കൊടുക്കാൻ കാരണം, അല്ലെങ്കിൽ അത് അറിഞ്ഞുകൊണ്ട് ചെയ്തായിരിക്കും. ഹസ്ബൻഡിന്റെ വീട്ടുകാരുടെ മുഴുവനും, അമ്മാവന്റെ, അമ്മായിയുടെ, ചിറ്റപ്പന്റെ, കൊച്ചമ്മയുടെ എല്ലാവരുടെയും വീട്ടുകാരുടെ അഡ്രസ്സൊക്കെ തപ്പിപ്പിടിച്ചെടുത്ത് അവർക്കൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ആരാണ് ഈ പുഷ്കരൻ? അപ്പം
സന്തോഷ് കുറെ അന്വേഷിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരാളെ പറ്റി എനിക്ക് വിവരം കിട്ടിയിട്ടില്ല മാഡം, ഞാൻ അന്വേഷിക്കുന്നുണ്ട്, താമസിയാതെ നമുക്ക് കിട്ടുമായിരിക്കും. ഈ ഒരു വാർത്തയുടെ പുറത്ത് പിന്നീട് SP ഒരു പരാതിയായിട്ട് പോവുകയും എന്റെ ഫോൺ കോളിന്റെ റെക്കോർഡുകൾ വ്യാജമായിട്ട് ചമച്ച് ഞാനും ഈ അസിസ്റ്റന്റ് കളക്ടറും തമ്മിൽ അർദ്ധരാത്രിയിലും 1 മണിക്കും 2 മണിക്കും ഒക്കെ മണിക്കൂറുകളോളം സംസാരിച്ചു എന്നുള്ള രീതിയിൽ ഫോൺ കോൾ CDR ഡീറ്റെയിൽസ് നമ്മൾ അന്ന് ലാൻഡ് ഫോണല്ലേ ഉള്ളൂ, ലാൻഡ് ഫോണിന്റെ റെക്കോർഡ് വ്യാജമായിട്ട് ചമച്ച് അതിന്റെ കോപ്പിയൊക്കെ വെച്ചിട്ട് ഒരു ഊമക്കത്ത് പോലെയാണ് SP പോയത്. അപ്പൊ SP അതിന്റെ പേരിൽ എന്നെ വിളിപ്പിച്ചു. അപ്പൊ സാറ് തന്നെ വെരിഫൈ ചെയ്താൽ മതി ഫോൺ കോൾ ഡീറ്റെയിൽസ് ശരിയാണോ എന്ന് BSNL വിളിച്ച് ചോദിച്ചാൽ അറിയാൻ പറ്റുമല്ലോ എന്നൊക്കെ പറഞ്ഞാൽ അത് അങ്ങനെ വിളിച്ച് ചോദിക്കാൻ വേണ്ടി ചെയ്ത് അതങ്ങ് തീർന്നു. പക്ഷെ ഒരു കൺസേർട്ടഡ് എഫേർട്ട് ഇങ്ങനെ ഒരു ഭാഗത്തുനിന്ന് ഉണ്ടായി ഇങ്ങനെ എന്നെ ഈ ഒരു പേരും പറഞ്ഞുകൊണ്ട് ചെയ്യാൻ. ഈ അസിസ്റ്റന്റ് കളക്ടർ പിന്നീട് അവിടെ തന്നെ കോട്ടയത്ത് തന്നെയുള്ള വേറൊരു പെൺകുട്ടിയുമായിട്ട് അതെനിക്കറിയാം, എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ സമയം തൊട്ടൊരു സ്നേഹം ഉണ്ടായിരുന്നു. ആ സിവിൽ സർവീസ് ആഗ്രഹമുള്ള ഒരു പെൺകുട്ടി അദ്ദേഹത്തെ കാണാൻ ഇടയ്ക്കിടയ്ക്ക് ചെല്ലുമായിരുന്നു അഡ്വൈസ് ചോദിക്കാൻ. ഒരു ക്ലാസ്സിൽ കോട്ടയത്ത് കളക്ടർ അറേഞ്ച് ചെയ്ത ഒരു സിവിൽ സർവീസ് ഓറിയന്റേഷൻ ക്ലാസ്സിൽ പങ്കെടുത്തപ്പോൾ ഈ അസിസ്റ്റന്റ് കളക്ടർ പോയി ഒരു ചെറിയ ടോക്ക് നടത്തിയപ്പോൾ തോന്നിയ ഇഷ്ടത്തിലാണ്. ആ കുട്ടി ഒരു പോലീസ് ഓഫീസറുടെ മോള് തന്നെയായിരുന്നു, നല്ല കുട്ടി. അപ്പോൾ ഈ ഒരു ബന്ധം പ്രോത്സാഹിപ്പിച്ചതും ഞാൻ തന്നെയാണ്. ഞാൻ പറഞ്ഞു നല്ലതാണ്, ചെയ്യുക എന്ന് പറഞ്ഞു. അങ്ങനെ ആ കുട്ടിക്ക് പിന്നീട് IAS കിട്ടി. ഇവർ രണ്ടുപേരും കല്യാണം കഴിച്ച് രണ്ടുപേരും പിന്നീട് കേരളം വിട്ടുപോവുകയും വേറൊരു സംസ്ഥാനത്ത് പോയി ജോലി ചെയ്യുകയും ചെയ്തു. ഞങ്ങൾ തമ്മിൽ ഇപ്പോഴും നല്ല അടുപ്പമാണ്, ഒരു കുഴപ്പമില്ല. ഒരു അനിയനെ പോലെ തന്നെയാണ് ഞാൻ ഇപ്പോഴും കാണുന്നത്. പക്ഷേ ഈ ഒരു വാർത്ത വന്നപ്പോൾ ഞങ്ങൾ രണ്ടുപേരെയും വല്ലാതെ അത് ബുദ്ധിമുട്ടിച്ചു. അപ്പോൾ അതുകൊണ്ടാണ് ഇതിന്റെ പുറകിൽ ആരാണെന്ന് അറിയണം എന്നൊരു താല്പര്യം ഉണ്ടായത്. കാരണം ആരെങ്കിലും പറയാതെ ഇങ്ങനെ ഒരു കള്ള വാർത്ത പത്രക്കാർ വെറുതെ ഉണ്ടാക്കിയെടുക്കില്ലല്ലോ. അപ്പോൾ ആലപ്പുഴ SP ആയിട്ട് ഞാൻ ചാർജ് എടുത്ത് വരുന്ന സമയത്ത് സന്തോഷ് പുന്നപ്ര എന്നെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, മാഡം ആദ്യമായിട്ടല്ലേ ഒരു വനിതാ SP ജില്ലയിൽ വരുന്നത്, അപ്പൊ അതുകൊണ്ട് മാഡം ഒരു പത്രസമ്മേളനം ആദ്യം തന്നെ വിളിക്കണം എന്ന് പറഞ്ഞു. ഞാൻ സന്തോഷം, എനിക്ക് ഇതിനൊന്നും ഒട്ടും താല്പര്യമില്ല. പത്രക്കാരെന്ന് പറയുമ്പോഴേ എനിക്കൊരു പ്രയാസമാണ്. കാരണം ഒരുപാട് ബുദ്ധിമുട്ടിക്കാറുണ്ട് എന്നെ. പലപ്പോഴും സൗഹൃദം ഭാവിച്ച് പല കാര്യങ്ങളും ചോദിക്കും, ഫോണിൽ വിളിച്ച് കേസിന്റെ കാര്യങ്ങളാണെങ്കിലും ചോദിക്കും. എന്നിട്ട് ഞാൻ പറയാത്ത കാര്യങ്ങൾ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് എഴുതി വെക്കും. അപ്പൊ അങ്ങനെയുള്ള പിന്നെ ഞാൻ അവരെ വിളിച്ച് അങ്ങനെ ഞാൻ പറഞ്ഞു ഇപ്പൊ പറഞ്ഞു എന്നൊക്കെ ചോദിക്കേണ്ട ഒരു അവസ്ഥ ഒരുപാട് വന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ വളരെ കഷ്ടമാണ്. അതുകൊണ്ട് എനിക്ക് വലിയ താല്പര്യമില്ല എന്നുള്ള മട്ടിൽ ഞാൻ പറഞ്ഞു. പക്ഷെ സന്തോഷം, നല്ല മാഡം ഒരു കാര്യമുണ്ട് നമുക്കൊരു ചോദ്യത്തിന്റെ ഉത്തരം കിട്ടും, എന്തായാലും പത്രക്കാരവിടെ ഉണ്ടാവും, അപ്പൊ അവരെ വിളിച്ചൊന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞു. ഞാൻ ചാർജ് എടുത്ത് എല്ലാ ഓഫീസേഴ്സിനെ കണ്ടതിന് ശേഷം പത്രക്കാരെയൊക്കെ ഫോട്ടോ എടുക്കാനും ഒക്കെ നിപ്പുണ്ടായിരുന്നു. കാരണം ഒരു വനിതാ ഓഫീസർ വന്ന് ചാർജ് എടുക്കുകയല്ലേ ഒരു ജില്ലയില്. അപ്പൊ അവരൊക്കെ എല്ലാവരും അകത്ത് വന്നു, സന്തോഷം ഉണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ ഇരുന്നു. അപ്പൊ സന്തോഷം എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു, ഇന്ന ഒരാള് അയാളാണോ പണ്ട് തനിനിറത്തിൽ പുഷ്കരൻ എന്നുള്ള പേരിൽ എഴുതിയത് എന്നുള്ള സംശയം എനിക്കുണ്ട്. അപ്പൊ തനിനിറം പത്രം അന്ന് ഇടിഞ്ഞു കിടക്കുകയായിരുന്നു. അപ്പൊ അയാൾ അത് വിട്ടിട്ട് പിന്നെ വേറൊരു പത്രത്തിലേക്ക് വന്ന് ജോയിൻ ചെയ്തു. അപ്പൊ അതുകൊണ്ട് അയാളാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. മാഡം അയാളെ ഒന്ന് ഈ പത്രസമ്മേളനം കഴിഞ്ഞിട്ട് അയാളെ വിളിച്ചൊന്ന് സംസാരിച്ചാൽ മതി. ചിലപ്പോൾ ആരാണ് ഇതിന്റെ മാഡത്തിന് ഈ വാർത്ത കൊടുത്തതെന്നുള്ളതിന്റെ വിവരം ചിലപ്പോൾ കിട്ടിയേക്കും എന്ന് സന്തോഷ് പറഞ്ഞിരുന്നു. പത്രസമ്മേളനം നടത്തിയ കഴിഞ്ഞ ശേഷം ഞാൻ പറഞ്ഞു മറ്റേ ആളോട് വിളിച്ചു. അയാളുടെ പേര് വേറെയായിരുന്നു, പക്ഷെ കള്ളപ്പേരിലാണ് തനിനിറത്തിൽ വാർത്ത എഴുതിയത്. അപ്പൊ ഞാൻ ഇന്ന് വരാം, വന്നിരിക്കാം, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അയാൾ ഹാപ്പി ആയിട്ട് വന്നു. അയാൾക്കൊന്നും പ്രതീക്ഷയില്ലല്ലോ എനിക്ക് അറിയാന്നുള്ള കാര്യം. എന്ന് പറഞ്ഞാൽ അയാൾ ഹാപ്പി ആയിട്ട് വന്ന് എന്റെ മുമ്പിലിരുന്നു. അപ്പൊ ഞാൻ എല്ലാവരും പറഞ്ഞു കേട്ടു, സന്തോഷം എല്ലാവരും പൊക്കോളാൻ പറഞ്ഞു. ഒറ്റയ്ക്ക് ഞാനും അയാളുമായിട്ട് എന്നിട്ട് ഞാൻ അയാളുടെ ചോദിച്ചു, ഇന്ന പേരില്ല നിങ്ങൾ പണ്ട് തനിനിറത്തിൽ ആർട്ടിക്കിൾസ് എഴുതുമായിരുന്നു അല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ അയാൾ പെട്ടെന്ന് ഞെട്ടി, മുഖമൊക്കെ അങ്ങ് വല്ലാതായി. മാഡത്തിന് എങ്ങനെ അറിയാം, മാഡം ആര് പറഞ്ഞു ഇത് എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാനൊരു പോലീസ് ഓഫീസർ അല്ലേ, എനിക്ക് അന്വേഷിച്ച് അറിയാൻ പറ്റുമല്ലോ. കൂടാതെ നിങ്ങൾക്ക് വാർത്ത ആരാണോ തരുന്നത് അവർ തന്നെ ചിലപ്പം പറയും, ബാക്കിയുള്ളവരോട് പറയും. അങ്ങനെ പറഞ്ഞ് നമ്മൾ അറിയും. അങ്ങനെ ഞാൻ അറിഞ്ഞു നിങ്ങളാണ് ആ പേരിൽ അത് എഴുതിയിരുന്നത് എന്നുള്ള ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ എനിക്ക് കിട്ടി. അതിന്റെ പുറകിൽ ആരാണെന്നുള്ളതും എനിക്ക് ഒരു വിധത്തിൽ അറിയാം. എനിക്ക് അറിഞ്ഞേ കൂടാ, പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞു എനിക്കറിയാം. കാരണം അത് എനിക്കറിയാവുന്ന കാര്യമാണ്. ഞാനിപ്പോൾ ഇനി കുറച്ച് സമയത്തേക്ക് ഇവിടെ ആലപ്പുഴ ജില്ലയിൽ SP ആയിട്ട് ഉണ്ടാവുമല്ലോ. അപ്പൊ നമ്മൾ തമ്മിലൊരു നല്ല ബന്ധം വേണ്ടേ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്നൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ അയാൾ പറഞ്ഞു, അയ്യോ മാഡം അറിയാലോ, അത് മാഡത്തിനെതിരെ വലിയ ശത്രുതയുള്ള ആളാണ്. അതുപോലെ ഇത്രയും സീനിയർ പൊസിഷനിലൊക്കെ ഇരിക്കുമ്പോൾ അങ്ങനെയാണ് നമ്മളത് പറ്റില്ല എന്ന് പറയുന്നത്. അപ്പൊ എന്നെ ഒരു ദിവസം വിളിച്ചു വരുത്തിയിട്ട് ഈ ഇൻഫർമേഷൻ തന്നു. ഫോൺ രേഖകളൊക്കെ എന്നെ കാണിച്ചു. വ്യാജമാണെന്ന് അയാൾക്കപ്പോൾ അറിയില്ലായിരുന്നു, പക്ഷെ ഫോൺ റെക്കോർഡുകളൊക്കെ എന്നെ കാണിച്ചു. അതായിരുന്നു തെളിവ്. എന്നിട്ട് പറഞ്ഞു, മാഡവും ഇയാളും തമ്മിൽ ഇങ്ങനെ കുമരകത്ത് ഒരു സ്ഥലത്ത് പോയി, വേണമെങ്കിൽ അവിടെ വിളിച്ച് അന്വേഷിക്കുക എന്നൊക്കെ പറഞ്ഞു. പക്ഷെ കുമരകത്ത് ഞാൻ അന്വേഷിച്ചപ്പോൾ അവർ ഡീറ്റെയിൽസ് തരാൻ തയ്യാറായില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ അദ്ദേഹം പറഞ്ഞതുപോലെ കഥ എഴുതി ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞ് അങ്ങനെ അയാൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ ഈ ഉദ്യോഗസ്ഥന്റെ പേരും അങ്ങ് വെളിപ്പെടുത്തി ആരാണെന്നുള്ളത്. എനിക്കത് മനസ്സിലാവുകയും ചെയ്തു. കല്യാണം മുടക്കാൻ വേണ്ടി ചെയ്തതായിരിക്കാം, അല്ലെങ്കിൽ എന്നെ ആ ഒരു സമയത്ത് ഒരു ഹാരാസ്മെന്റിന് വേണ്ടി ചെയ്തതായിരിക്കാം. പക്ഷെ ഇന്ന ആളാണ് ചെയ്തതെന്നുള്ള ഒരു വിവരം കിട്ടിയപ്പോൾ എനിക്കതൊരു വലിയൊരു സന്തോഷമായിട്ട് തോന്നി. അപ്പൊ അതിനെന്നെ സന്തോഷം സഹായിച്ചു എന്നുള്ളത് ശരിയാണ്. പക്ഷെ ഞാൻ
ഒരുപാട് ബുദ്ധിമുട്ടി അന്വേഷിച്ച് നടന്നതാണ് ഇത് ആരാണ് ഇതിന്റെ പുറകിൽ, ആരായിരിക്കും ഈ വാർത്ത കൊടുത്തത് എന്നുള്ളത്. ഇങ്ങനെ ഒരു വാർത്ത തന്നപ്പോൾ അത് ഈ ഫോൺ കോൾ ഡീറ്റെയിൽസും കൂടെ കിട്ടിയത് സത്യമായിരിക്കും എന്ന് വിചാരിച്ചാണ് ഞാനത് അങ്ങനെ ഒരു വാർത്ത എഴുതിയത്. ശരിയല്ലെങ്കിൽ ക്ഷമിക്കണം മാഡം എന്നൊക്കെ പറഞ്ഞ ആൾ എൻ്റെ അടുത്ത് മാപ്പൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ എന്താണെങ്കിലും നമുക്കൊരു ജീവിതത്തിൽ ഒരു വലിയ പ്രശ്നം വരുമ്പോൾ ടെൻഷൻ അനുഭവിച്ചിരിക്കുമ്പോൾ കറങ്ങി തിരിഞ്ഞ് അത് നമ്മുടെ മുന്നിൽ തന്നെ ഒരു പരിഹാരമായിട്ട് അത് വരികയും നമുക്കതിന്റെ ഉത്തരം മനസ്സിലാവുകയും ചെയ്യും. പിന്നീട് ഭാവിയിലെങ്കിലും നമുക്ക് കോഷ്യസ് ആയിട്ട് ഇരിക്കാം എന്നുള്ള ഒരു ഇതുണ്ട്. പക്ഷെ ഇത് അവിടെ വെച്ചൊന്നും തീർന്നില്ല, ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. ഒരുപാട് ഇങ്ങനെ ഇതുപോലെ അപവാദങ്ങൾ പിന്നീടും കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ പിന്നീടൊക്കെ ഓരോ പ്രാവശ്യം ഇതുപോലെയൊക്കെ പൊങ്ങി വരുമ്പോൾ, പത്രത്തിലൊരു വാർത്ത വരുമ്പോൾ നമുക്ക് ടക്കെന്ന് ഇങ്ങനെ ഒരു മനസ്സിൽ തോന്നും, ഇത് അത് തന്നെ ആയിരിക്കാം, അതിന്റെ റെപ്പറ്റീഷൻ തന്നെ ആയിരിക്കാം. അപ്പൊ അത് ഓർക്കുമ്പോൾ നമുക്കറിയാം, ശരി, സമാധാനമാണ്. നമുക്കപ്പോൾ എങ്ങനെ ഇത് മീറ്റ് ചെയ്യണം എന്ന് അറിയാമല്ലോ. പാഠം ഇതാണ്, ജീവിതത്തിലോ അല്ലെങ്കിൽ ജോലിയിലോ മറ്റ് പല അവസരങ്ങളിലോ വലിയ വലിയ പ്രശ്നങ്ങൾ വരുമ്പോൾ ആ പ്രശ്നം നമ്മളെ ആ സമയത്ത് ഒരുപാട് അലട്ടുമെങ്കിലും ആ സമയത്ത് ഒരുപാട് ടെൻഷൻ തരുമെങ്കിലും കറങ്ങിത്തിരിഞ്ഞ് അതിനുള്ള ഉത്തരം നമുക്ക് താമസിയാതെ തന്നെ വെളിവാകും. സസ്നേഹം, ശ്രീലേഖ.